കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ഡിവൈഎഫ്ഐ 16ാമത് ജില്ലാ സമ്മേളനം പോരൂരിൽ. സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച യുവ പ്രതിഭകളാണ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചത്. ജൂലൈ 7-8 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ മനൂപ് എലംബ്ര, സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ടീം അംഗം കാസിഫ് കെ മമ്പാട്, ടെലിവിഷൻ താരം അബ്ദുള്ള റിഷാൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ പതാക ഉയർത്തി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി ഷൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ്, ബ്ലോക്ക് സെക്രട്ടറി ടി ജുനൈദ്, സി പി പ്രണവ്, പി രജീഷ്, അനസ് ചെറുമല, കെ റഹീം, എം ടി അഹമ്മദ്, പി കെ മുബഷീർ, വി അർജുനൻ, കെ അനസ്, എം നിധിൻ ദാസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മേഖലകളിൽ കഴിവ് തെളിയിച്ചുള്ള യുവ പ്രതിഭകൾ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വർത്തമാനകാല രാഷ്ട്രീയം ഡിവൈഎഫ്ഐ പോലുള്ള യുവജന പ്രസ്ഥാനത്തിന് വളരെയേറെ കടമകൾ നിർവഹിക്കാനുള്ള ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കാലഘട്ടമാണ്. ആ കാലത്ത് ഡിവൈഎഫ്ഐക്ക് മലപ്പുറം ജില്ലയിൽ നേതൃത്വം കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ജില്ലയിലെയും നമ്മുടെ സംസ്ഥാനത്തും ദേശീയവും സാർവദേശീയവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയുള്ള സമര സംഘടനാ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകളും തുടർന്ന് ഡിവൈഎഫ്ഐ സംഘടനയെ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഡിവൈഎഫ്ഐ സംഘടനാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയും തീരുമാനങ്ങളുമാണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാൻ വേണ്ടി പോകുന്നത്. വരും ദിവസങ്ങളിൽ സമ്മേളന നഗരിയിൽ വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂസ് ബ്യൂറോ, പോരൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.